ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ മേക്കപ്പ് ഇടുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ടാൽ നമുക്ക് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല. മേക്കപ്പ് ഇടുന്ന ആ ഒരു സെയിം ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസിൻ്റെ ബ്രാൻഡ്സ് ഒക്കെ അറിയാം. അപ്പോൾ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. അതായത് പ്രത്യേകിച്ച് മേക്കപ്പ് ഇട്ട എഫക്റ്റും വേണം, എന്നാൽ മേക്കപ്പ് ഇടാൻ മടിയുള്ള ആൾക്കാർക്ക് ഡെയിലി ബേസിലൊക്കെ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനും ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കോ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു മേക്കപ്പ് ഫിനിഷ് ആയിരിക്കും നമ്മുടെ സ്കിന്നിന് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു സൺസ്ക്രീൻ തരേണ്ട ആദ്യത്തെ ബെനിഫിറ്റ് എന്താണ്? സൺ പ്രൊട്ടക്ഷൻ ആണ് അല്ലേ. അതേപോലെ തന്നെ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സൺ പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ അതിൽ SPF കണ്ടൻറ്റിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ UV ആൻഡ് UVB റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഹാംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സൺ ഡാമേജിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എല്ലാ സൺസ്ക്രീൻസും പ്രൊവൈഡ് ചെയ്യുന്ന സെയിം ഒരു ബെനിഫിറ്റാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്കിൻ ടോൺ അല്ലേ ഈവൻ ഔട്ട് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ സൺസ്ക്രീൻ ഡെയിലി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീൻ അല്ല, ഏത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു ടോണൊക്കെ നല്ല രീതിക്ക് ഈവൻ ഔട്ട് ചെയ്യാനും പിന്നെ ബ്ലെമിഷേഴ്സ് ഒക്കെ കൺസീൽ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, മേക്കപ്പ് വേണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് മേക്കപ്പ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്താൽ നല്ല രീതിക്ക് ഒരു പ്രൈമർ, അതായത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഇനി ഇൻ കേസ് നമ്മൾ മേക്കപ്പ് ഇടുകയാണെങ്കിൽ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ലോങ്ങിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് ഞാൻ പറഞ്ഞത് മേക്കപ്പ് ഇടണ്ട എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മേക്കപ്പ് ഇടണ്ട എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീന് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കാം. കുറേ നാളായി യൂസ് ചെയ്തിട്ട്, അപ്പം പ്രൊഡക്റ്റ് എന്തുമാത്രം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, എന്താണെങ്കിലും സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം. ഇത് ലോട്ടസ് ഹെർബൽസിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ ഒരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടിൻറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ലൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫൗണ്ടേഷനോ BB ക്രീമോ അങ്ങനെ ഒന്നും തന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ഓർ ലിപ് ബാമൊക്കെ അപ്ലൈ ചെയ്ത് കണ്ണൊക്കെ എഴുതി പോവുകയാണെങ്കിൽ തന്നെ ശരിക്കും മേക്കപ്പ് ഇട്ട ആ ഒരു സെയിം ബെനിഫിറ്റാണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കൈയും കൂടെ കാണുമ്പോൾ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ടിൻറ്റഡ് സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുമ്പോൾ മേക്കപ്പ് ഇടണ്ട എന്നുള്ള ആ ഒരു കാര്യം പറയാനുള്ള മെയിൻ റീസൺ. നമുക്ക് ശരിക്കും മേക്കപ്പ് ഇട്ട ആ ഒരു സെയിം എഫക്റ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സ്കിന്നിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്യുമ്പം മേക്കപ്പും അങ്ങനത്തെ ബേസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, സ്കിൻ കെയറും കൂടെ കിട്ടണമല്ലോ. അപ്പോൾ ഈ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ കെയർ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ടാണ്. അപ്പോൾ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ്, അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് കൊണ്ടിട്ട് വൈറ്റമിൻസ് ഒക്കെ ഇല്ലേ, വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് സ്കിൻ കെയറും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഡീപ്പായിട്ട് നറിഷ് ചെയ്യാനും ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് ഹൈഡ്രേഷൻ കിട്ടിയാലും മാത്രമേ ഉള്ളൂ ഫൈൻ ലൈൻസ്, ബ്ലെമിഷേഴ്സ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മെലസ്മ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ ആ ഇൻഗ്രീഡിയൻറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ബ്ലൂ ലൈറ്റ്സ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് പതിക്കുകയല്ലേ, അതിൻ്റെ ആ ഒരു ഹാമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുവഴിയാണ് നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലസ്മ പോലത്തെ കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അത് വരാതിരിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലസ്മ പോലത്തെ കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ, സ്കിൻ കെയർ, അതോടൊപ്പം തന്നെ മേക്കപ്പ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഇട്ട ഒരു ഫിനിഷ് നമ്മുടെ ഫേസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ടാൻ റെഡ്യൂസ് ചെയ്യും, പിന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിന്നെ ബ്ലെമിഷേഴ്സ് ഒക്കെ കൺസീൽ ചെയ്യാനും, സ്കിൻ ടോണിൻ്റെ അല്ലെങ്കിൽ സ്കിൻ ടോണൊക്കെ അൺഈവൻ ആണെങ്കിൽ, ഡിസ്കളറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഈവൻ ടോണിലേക്ക് നമ്മുടെ സ്കിന്നിനെ കൊണ്ടുവരാനും, ഹൈഡ്രേറ്റഡ് ആൻഡ് പ്ലംപി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് യങ്ങായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ്. ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് അടുത്ത ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആവും, വിച്ച് മേക്സ് ഐഡിയൽ ഫോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. സോ വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ലോങ് സ്റ്റേ എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂളായിരിക്കും. വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും. അതായത് ഇൻ കേസ് നമ്മളൊന്ന് സ്വെറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ വേർത്തൊലിച്ച് പോകാമെന്നൊക്കെ പറയല്ലേ. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒരു പ്രൊട്ടക്ഷനും ആ ഒരു ലോങ് സ്റ്റേ എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഈസി ആയിരിക്കും. അതായത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് നോർമലി ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് കിട്ടുന്നത് ഒന്നല്ലെങ്കിൽ ബോട്ടിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ട്യൂബ് ബേസ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ്. സോ യൂസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് പമ്പ് ഔട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. എൻ്റെ കയ്യിലുള്ള ഒരു നല്ലൊരു ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ലോട്ടസ് ഹെർബൽസിൻ്റെ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഇത് മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് മാറ്റിഫൈങ് എഫക്റ്റ് ആണല്ലോ. എക്സസ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള സൺസ്ക്രീൻസ് ആണ് അവർ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആണെന്ന്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിന് എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ 3-in-1 മാറ്റ് ലുക്കാണ് കേട്ടോ. അതായത് നമുക്ക് നല്ല രീതിക്ക് സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്കിൻ ലൈറ്റൻ ചെയ്യാൻ, അതാണ് ഞാൻ പ്രീവിയസ്ലി പറഞ്ഞത്, ഈവൻ ടോൺ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ മാറ്റിഫൈങ്, അതായത് ഓയിലി ആയിട്ടൊന്നും നമ്മുടെ സ്കിന്നിൽ ഇരിക്കില്ല, നല്ല രീതിക്ക് ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതിൽ പിയുടെ ഫാക്ടർ വന്നിട്ടുള്ളത് 3+ ആണ്, SPF വന്നിട്ടുള്ളത് 40 ആണ്, പിന്നെ UV ആൻഡ് UVB പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് ആണ്, പിന്നെ ടിൻറ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസൊക്കെ ഒരു 300 ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത്. അറൗണ്ട് 4 years ഷെൽഫ് ലൈഫൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് സേഫ് സൺ എന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നോൺ ഗ്രീസി ഫോർമുലയാണ്, നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ക്യുക്കായിട്ട് തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ബ്രൈറ്റനിങ് ഫീലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഷൈൻ ഫ്രീ ആണ്. ഷൈൻ ഫ്രീ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു മാറ്റിഫൈങ് എഫക്റ്റ് ആണ് നൽകുന്നത്. പിന്നെ ലൈറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ഹെവി ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു കളറിൻ്റെ ഡിഫറൻസും ഇവിടുത്തെ കൈയുടെ ആ ഒരു ഡിഫറൻസും ശരിക്കും നല്ലൊരു മേക്കപ്പ് ബേസ് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഇട്ട സെയിം ഫീലാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ആ ഒരു ഫിനിഷൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഒട്ടും തന്നെ ഗ്രീസിയോ സ്റ്റിക്കിയോ ഓയിലിയോ ഒന്നുമല്ല, നമുക്ക് തൊട്ട് നോക്കുമ്പോഴൊക്കെ ഭയങ്കര സ്മൂത്ത് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ഒരു ടിൻറ്റഡ് സൺസ്ക്രീനാണ് കേട്ടോ. പിന്നെ അടുത്ത നല്ല ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഒക്കെ ഞാൻ യു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്താൽ നമുക്ക് ഇതൊക്കെയാണ് കിട്ടുന്ന ബെനിഫിറ്റ്സ്. മറ്റ് സൺസ്ക്രീൻസ് പോലെ തന്നെ സ്കിൻ കെയറും പിന്നെ നമുക്ക് ടാനിങ്ങും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലസ്മ പല പ്രോബ്ലംസ് ക്യൂർ ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ടിൻറ്റഡ് എന്ന് പറയുന്ന വേർഡ് തന്നെ നിങ്ങൾ ഓർക്കുക. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഇട്ട ആ ഒരു ഫീലില്ലേ, അതാണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു ടോണൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടിൻറ്റഡ് സൺസ്ക്രീൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീനും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, റിപ്ലൈ തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും